ഹലോ, ഞാനിന്ന് വന്നിരിക്കുന്നത് കോവക്കയില റെസിപ്പിയുമായിട്ടാണ്. അതിനായി ഇത് വീട്ടിലുണ്ടായ കോവക്കയിലയാണ് വലിച്ച് ചെറുതാക്കി മുറിച്ച് നമ്മുടെ ചീരയില മുറിക്കുന്നത് പോലെ ചെറുതാക്കി മുറിക്കുക. ഇത് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു ഇലയാണ്. കർക്കിടക മാസമല്ലേ, കർക്കിടക മാസത്തിൽ 10 ഇല കഴിക്കണം എന്നാണ് കണക്ക്. അതിൽ ഒരിലയായിട്ട് ഇതെടുക്കുക. ഇതിന് വേണ്ട ചേരുവകൾ: സവാള ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത്, തേങ്ങ ചിരവിയത്, കാന്താരി മുളക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത്. കാന്താരി മുളക് വീട്ടിലുണ്ടായതാണ്. BP ഷുഗർക്ക് മാറാൻ സഹായിക്കുന്ന നല്ലൊരു മുളകാണ്. ഇതിനായി ഒരു ചീനച്ചട്ടി ഗ്യാസിൽ വയ്ക്കുക. പപ്പടം കാച്ചിയ എണ്ണയാണ്. അതിലേക്ക് കുറച്ച് ഓയിലിട്ട് ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ഒരു 1/4 സ്പൂൺ കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം ഈ സവാള ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത് അതിലിട്ട് കൊടുത്ത് നന്നായി വഴറ്റുക. ബ്രൗൺ കളറാകുമ്പോൾ ഈ കാന്താരി മുളക്, നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച കാന്താരി മുളക് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി മൂപ്പിച്ചെടുക്കുക. കുട്ടികൾക്കൊക്കെ കൊടുത്താൽ ഏറ്റവും നല്ലതാണ്. എനിക്കും അറിയില്ലായിരുന്നു ഇത് ഇത്ര നല്ല ഔഷധ ഗുണമുള്ള ഇലയാണെന്ന്. പക്ഷെ ഇപ്പം ഞാൻ അറിഞ്ഞിട്ടും കുറച്ച് ദിവസങ്ങളേ ആയുള്ളൂ. നല്ല രുചിയും നല്ല ടേസ്റ്റാണ്. ചീരനേക്കാളും ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഇതിന്. നമ്മുടെ ഉള്ളിയും മുളകും നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചെറുതാക്കി മുറിച്ച് വെച്ച കോവക്കയില വാരി അതിലേക്ക് ഇടുക. വെള്ളമൊന്നും ഒഴിക്കണ്ട. സിമ്മാക്കി വെച്ചിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. നന്നായി യോജിപ്പിക്കുക. അതിനുശേഷം അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ്, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇവയിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇടയ്ക്കിടെ മെല്ലെ ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഈ തോരനും ചോറും നല്ല ടേസ്റ്റാണ് കേട്ടോ. വേറെ ഒരു കറിൻ്റെ ആവശ്യമില്ല. അത്രയും നല്ല ടേസ്റ്റാണ്. സ്റ്റൗ സിമ്മിൽ തന്നെ ആയിരിക്കണം. അതിന് ശേഷം അത് മൂടി വയ്ക്കുക. ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ വെള്ളമൊന്നും അതിൽ ഒഴിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട്. അതിലോട്ട് നമ്മൾ നേരത്തെ ചിരവി വെച്ച തേങ്ങ ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക. അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്, കാരണം നമ്മളിതിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ പതുക്കെ അത് ഇളക്കി കൊടുത്ത് സിമ്മിൽ തന്നെ ആയിരിക്കണം ഗ്യാസ്. ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. നമ്മുടെ ചീരയില തോരൻ പോലെ തന്നെയാണ്, പക്ഷെ അതിനിത്തിരി വേവ് കുറവാണ്. ഈ ഇലയ്ക്ക് ഇത്തിരി വേവ് കൂടുതലാണ്. അതുകൊണ്ട് 1 മിനിറ്റ് കൂടുതൽ നമ്മളതിൽ വെക്കണം. വെച്ച് നന്നായി മിക്സ് ചെയ്ത് ഈ ആവിയിൽ തന്നെ അത് വെന്തെടുക്കണം. തോരൻ റെഡി ആയിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യാം. പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. തോരൻ റെഡി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.